நான் உன்னை சும்மா விட்டுறேன். எனக்கு லட்சமெல்லாம் ஒன்றும் வேணாம். ஒரே ஒரு 10,000 ரூபாய் கொடு, நான் உன்னை விட்டுறேன். പ്ലീസ് പ്ലീസ്, എനിക്ക് പൈസ ഇല്ല. ആകെ 500 രൂപ എൻ്റെ ഉള്ളൂ. உனக்கு பேங்க் அக்கௌண்ட் இருக்குல்ல? പക്ഷേ അതിൽ காசு வரணும். வேற யாருக்காவது கால் பண்ணு, ஒரு 10,000 ரூபாய் போட சொல்லு. ஏடிஎம் கார்டு என் கையில் கூட நான் ஒன்று விட்டுறேன். ஆனா 2 மணி நேரத்துக்குள்ள எங்களை காசு வரணும். கூப்பிடுறா. പൂജ, ടീഷർട്ട് വാങ്ങിയോ? പൂജ, എനിക്കൊരു അത്യാവശ്യം വന്നു. ഒരു 10,000 രൂപ തരുമോ? 10,000 രൂപയോ? എന്താ കാര്യം? അതെനിക്ക് എന്ത് പറ്റിയെന്ന് പറയ. പ്ലീസ്, ആദ്യം ഞാൻ പറയുന്നേക്ക്. എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ മെസ്സേജ് തരാം. എങ്ങനെയെങ്കിലും ഒരു 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ പ്ലീസ്. ബാലു, എൻ്റെ കൈ പൈസയില്ല. അച്ഛനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞു നോക്കാം. എന്നാലും പെട്ടെന്ന് 10,000 രൂപ എന്നൊക്കെ പറഞ്ഞ നിനക്ക് പറ്റുമോ ഇല്ലെന്ന് പറ. ശരി, ഞാൻ നോക്കട്ടെ. അവള് പൈസ ഇടാന്ന. சொல்ற விஷயத்தை கரெக்டா சொல்லு. என்ன கிட்னாப் பண்ணிருக்காங்க. 10,000 ரூபாய் கொடுத்தா தானே ரிலீஸ் பண்ணுவாங்க. இல்லைன்னா 2 மணி நேரத்தில் என்ன டெரரிஸ்ட் ஆக்கிடுவாங்க. நான் ஜெயிலில் இருக்க வேண்டியிருக்கும். இப்படி சொன்னா தானே உங்களுக்கு சீரியஸ்னஸ் புரியும். சொல்றத ஒழுங்கா சொல்லு. ഞാൻ എന്തോടെ വിളിച്ചു നോക്കാം. என்ன அதே நான் சொல்லணுமா? பண்ணு. கேர்ள் ஃப்ரெண்ட் உனக்கு காப்பாச்சாலா? ഇല്ല, അവളുടെ ഫോൺ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും. பாரு, அவ ஃபோன் ஆன் பண்ற வரைக்கும் எனக்கு டைம் இல்லை. ஓகே, வேற யாருக்காவது ஃபோன் பண்ணு. வேற யாருக்காவது ஃபோன் பண்ணு. ശരി. டேய் பண்றா. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? കിഷോരേട്ടാ, ഞാൻ വിളിച്ചത് എന്തു പറ്റിയടാ? മോനെ, ട്രാപ്പാണല്ലോടാ. 2 മണിക്കൂറിനുള്ളിൽ പൈസ കൊടുക്കണം എന്നാ പറയുന്നത്. നീ വിഷമിക്കാതെ, 10,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ സംഘടിപ്പിക്കാം. നീ എടുത്തയാട്ടം ഒന്നും കാണിക്കല്ലേ, പരിചയമില്ലാത്ത സ്ഥലമാ. പിന്നെ നീ ഇത് പൂജയോട് പറയാൻ നിൽക്കണ്ട. അവള് വെറുതെ ടെൻഷനാവും. എന്റെ അക്കൗണ്ട് നമ്പർ എന്റെ ഫോണിലുണ്ട്, ഞാൻ ഇട്ടിട്ട് വിളിക്കാം. ഹലോ, എവിടെയാ? ഹലോ കിഷോട്ടാ. ഹലോ കിഷോട്ടാ, ഞാൻ അവിടെ സവിതയിലുണ്ട്. ഇന്ന് ഞങ്ങളുടെ പടം റിലീസായിരുന്നു. പടം സൂപ്പർ ഹിറ്റാ. ഒരു എന്നാ പെട്ടെന്ന് വാ. ഓക്കെ വെച്ചോട്ടെ. ചേട്ടാ, പടത്തിന് കയറില്ലേ? ഓ, ഞാൻ ആ മൂഡിലല്ല. എടാ, എനിക്കൊരു 10,000 രൂപ വേണം, ഒന്ന് എടുത്ത്. കാര്യം റോഡിനപ്പുറത്ത് ATM ഉണ്ട്. പക്ഷെ ഡയറക്ടർ ഇപ്പം എത്തും. എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ ചീത്ത വിളിച്ച് ചെവി പൊട്ടിക്കും. ഒന്ന് എടുത്ത് തന്നിട്ട് പോടാ. അത് ചേട്ടനൊരു കാര്യം ചെയ്യും. നമ്മുടെ ബ്രോഡ്വേയിലെ അലിക്കട കടല്ലേ, ചേട്ടൻ അങ്ങോട്ട് വിട്ടോ. ഞാൻ അലിക്കട വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ.
37,650. ഇക്ക ഏ സന്ദീപ് വിളിച്ച് പറഞ്ഞ ഏത് സന്ദീപ്? സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സന്ദീപ്. ആ 3, 4, 5, 100. ഇക്ക സന്ദീപ് വിളിച്ച് പറഞ്ഞ ആള് ഞാനാ. സന്ദീപ് വിളിച്ചില്ലടോ. ഇക്കയുടെ ഒരു 10,000 രൂപ തരപ്പെടുത്തി തരാന്ന് അവൻ പറഞ്ഞിരുന്നു. അവൻ വിളിച്ചില്ല. 864. അവനിപ്പോ തിയേറ്ററിലായതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. സന്ദീപിന്റെ കൂടെ വന്ന് ഇക്കൊക്കെ എന്നെ അറിയാലോ. എനിക്കൊരു 10,000 രൂപ വേണം, അത്യാവശ്യമായോണ്ടാ. അവൻ ഇക്കയെ വിളിച്ചോളൂ. ഓന്റെ കൂടെ ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ കാശ് എടുത്തു കൊടുക്കണോ? സന്ദീപ് പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. ഇക്കയ്ക്ക് കാശ് തരാൻ പറ്റുമെങ്കിൽ താ. ഇങ്ങനെ പോയേ. ബഷീറേ, ആ കൈമട കടയിൽ കൊടുക്കാനുള്ള ലോഡ് കൊടുത്താച്ചാ? കൊടുത്തില്ലക്ക. എന്താ ഹിമാലേ? 62. സൂര്യ, കിഷോർ എവിടെ എത്തി? സൂര്യ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ ഒരു ഫ്രണ്ടിന് ആവശ്യത്തിനായി പെട്ടെന്നൊരു സ്ഥലം വരെ വരേണ്ടി വന്നു. കിഷോർ, നിനക്കെന്നും നിന്റെ കാര്യങ്ങൾ, നിന്റെ ഫ്രണ്ട്സ്, ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? ഇന്ന് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാണെന്നെങ്കിൽ നിനക്കൊന്ന് ഓർക്കാമായിരുന്നില്ലേ? സൂര്യ പ്ലീസ്, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടല്ലേ. നമ്മുടെ ബാലുവിന് വേണ്ടിയിട്ടാ. എന്തിനും നമ്മളോടൊപ്പം നിൽക്കുന്നവനല്ലേ അവൻ. ഞാൻ സഹായിച്ചില്ലെങ്കിൽ ആ പാവത്തിനെ വേറെ ആര് സഹായിക്കാനാ? സൂര്യ, ഞാനൊരൽപ്പം വൈകും. എത്ര സമയമെടുക്കും? ഒരു അരമണിക്കൂർ മതി മോളെ. എന്തിന് സമയം കുറച്ച് പറയുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇനിയെങ്കിലും ഒന്ന് നിർത്ത് കിഷോർ. കറക്റ്റ് ആയിട്ട് പറ, എത്ര സമയം എടുക്കും? ശരി, ഒരു മണിക്കൂർ. ഓക്കെ ഓക്കെ.